നീറ്റ് യു ജി പരീക്ഷയിലെ ക്രമക്കേട് പരാതിയിൽ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണം കേരളത്തിലേക്ക്. കേരളത്തിൽ MBBS പഠിക്കുന്ന രാജസ്ഥാൻ ചുരു സ്വദേശിയായ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സിക്കാറിൽ വിൽപ്പന നടത്തിയ മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിലെ 140 ചോദ്യങ്ങളുമായി സാമ്യമുണ്ട്. അതായത് 600 മാർക്കിന്റെ ചോദ്യങ്ങൾ മാതൃകാ ചോദ്യപേപ്പറിൽ നിന്നാണ് വന്നത്. ഈ മാസം 3-ന് നടന്ന നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായാണ് ഉയരുന്ന പരാതി. പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപ് രാജസ്ഥാനിലെ സിക്കറിൽ മാതൃകാ ചോദ്യപേപ്പറുകൾ വ്യാപകമായി പ്രചരിച്ചു. പരീക്ഷയ്ക്ക് ശേഷം യഥാർത്ഥ ചോദ്യപേപ്പറിലെ 140 ചോദ്യങ്ങൾ മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുമായി സാമ്യം, അതായത് 600 മാർക്കിന്റെ ചോദ്യങ്ങൾ മുൻകൂട്ടി പ്രചരിച്ച ചോദ്യപേപ്പറിലുണ്ടെന്ന് രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കണ്ടെത്തി. അന്വേഷണത്തിൽ കേരളത്തിൽ MBBS പഠിക്കുന്ന ചുരു സ്വദേശിയായ വിദ്യാർത്ഥി മാതൃകാ ചോദ്യപേപ്പർ ഈ മാസം 1-ന് സിക്കറിലെ തന്റെ സുഹൃത്തിന് കൈമാറിയതായി കണ്ടെത്തി. തുടർന്ന് ഇത് വ്യാപകമായി പ്രചരിച്ചു. 20,000 മുതൽ 2 ലക്ഷം വരെ രൂപയ്ക്കായിരുന്നു ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയത്. ഇതോടെ അന്വേഷണം ചുരു സ്വദേശിക്ക് വേണ്ടി കേരളത്തിലേക്കും വ്യാപിപ്പിച്ചു. എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വ്യാപകമായി ചോദ്യപേപ്പർ പ്രചാരം നടന്നതായി കണ്ടെത്തി. പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യപേപ്പർ ചോർന്നതാണോ എന്നാണ് രാജസ്ഥാൻ പോലീസ് പരിശോധിക്കുന്നത്. രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമായിരിക്കും NTA തുടർ നടപടി സ്വീകരിക്കുക. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.